എന്ത് ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇൻ ഡെപ്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. 2 മിനിറ്റിനോ? അതിനെന്താ? നിങ്ങള് എത്രാമത്തെ വയസ്സിലാണ് നിങ്ങളെ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ഞാന് 10th കഴിഞ്ഞോടെ തന്നെ ഞങ്ങള് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഡിഗ്രി പഠിക്കുന്ന മുതൽ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. 10th കഴിഞ്ഞപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ മുതൽ നമ്മൾ ബിസിനസ്സിലുണ്ട്. ഒറ്റക്ക് ഞാൻ എൻ്റെ ഫാദറായിട്ട് ബിസിനസ് ഓക്കെ, ഓക്കെ. എന്തായിരുന്നു ആദ്യത്തെ ബിസിനസ് എന്തായിരുന്നു? ഇന്റർനെറ്റ് കഫേ. ഇന്റർനെറ്റ് കട. ഓക്കെ. നമ്മൾ ബിസിനസ് ചെയ്തിട്ട് സാറിന്റെ ആദ്യത്തെ ഒരു 10 ലാക്സ് റവന്യൂ ബിസിനസ്സിന്ന് ഉണ്ടാക്കിയ ഒരു ഏജ് എത്രയാണ്? അയ്യോ, ഒരു approximate. ശരിക്കും പറഞ്ഞാൽ അതൊരു 8 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു കറക്റ്റ് നിങ്ങൾ പറഞ്ഞ രീതിയിലേക്കുള്ള റവന്യൂയിലേക്ക് വരുന്നത്. മൊത്തത്തിൽ ഏത് ബിസിനസ് ചെയ്തിട്ട് ഏത് ബിസിനസ് ചെയ്തിട്ട് ടോട്ടലി ഒരു 8 കൊല്ലം എടുത്തു. ശരിക്കും ഇന്റർനെറ്റ് കഫേന്റെ ഒരു പീക്ക് ടൈമിൽ നമ്മൾ തുടങ്ങി. അതിന്റെ റവന്യൂ നമ്മൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്തതാണ്. ഓക്കെ. അപ്പോ ഒരു 8 കൊല്ലം എന്ന് പറയാൻ പറ്റും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് കഫേന്റെ ബിസിനസ് നല്ല പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്ത് അത് തുടക്കത്തിൽ പ്രോഫിറ്റ് അല്ലായിരുന്നു. സോ സാറിന്റെ ഒരു യങ്ങർ സെൽഫിന് അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ പിന്നെ ഒരു യങ്ങർ ജനറേഷനോടെല്ലാം കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? എന്ത് ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇൻ ഡെപ്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളൊന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ വാങ്ങുന്നതല്ല. നമ്മളെ ഫുൾ കോൺസെപ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അത് പോയി ചോദിച്ചാൽ നമുക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ദിവസം കൊണ്ടോ അല്ല ഒരു മണിക്കൂർ കൊണ്ടോ കിട്ടും. താങ്ക് യു.